എൻ്റെ ഫേസ്ബുക്ക് പേജ് 8 മാസത്തെ വനവാസത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് അത് റെക്കമെൻഡേഷൻ മോഡിലേക്ക് പോയത്. അപ്പം പോയപ്പം തന്നെ പണ്ട് പെട്ടെന്ന് തന്നെ അത് ഒരുപാട് റീച്ചിലേക്കൊക്കെ പോകുന്നൊരു സാഹചര്യത്തിൽ പൊതുവേ എനിക്കറിയാം പേജിൽ എന്ത് പോസ്റ്റ് ഇട്ടാലും ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പം കുറച്ച് കുറവാണ്. അപ്പോൾ 2-3 ആൾക്കാരുണ്ട് പറഞ്ഞു, ഇത് റമദാൻ മാസമായിപ്പോയി, അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. പലർക്കും ഇങ്ങനെ ഒരു ധാരണയാണ്, ഒരു റമദാൻ മാസത്തിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നാണോ നമ്മുടെ നന്മകൾ എന്നുള്ളത്. ഒരിക്കലും അല്ല എന്നുള്ളതാണ്. അതൊരു എനർജി നമ്മൾ റീഗെയിൻ ചെയ്തെടുക്കാൻ കുറേ മാസങ്ങൾ, ഓരോ മതത്തിനും അതിൻ്റേതായ പവിത്രമായിട്ടുള്ള കുറേ വ്രതമാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് ആ എനർജി റീഗെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേഷൻ മാത്രമാണ്. മനസ്സിലായില്ലേ? അല്ലാതെ നമ്മളത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മോശമാവണം എന്നർത്ഥമല്ല. എന്തായാലും ഈ റമദാൻ കടന്നു പോകുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ആത്മസംതൃപ്തിയുള്ള ഒരു മാസമാണ്. ഒരുപക്ഷെ ഞാൻ മുൻകാലങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ നൈറ്റ് ഡ്യൂട്ടി എടുത്തൊരു മാസമാണ്. ഒരുപാട് നൈറ്റ് ഡ്യൂട്ടി എടുത്തൊരു മാസം. ഒരുപാട് കർമ്മഫലങ്ങൾ അനുഭവിച്ച മാസം. കർമ്മങ്ങൾ ഒരുപക്ഷെ നമ്മൾ ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല. തറാവീഹ് നമസ്കാരങ്ങൾ ഒന്നുപോലും അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഒന്നങ്ങനെ പറ്റിയിട്ടുള്ളൂ. പക്ഷേ ഒരുപാട് ജീവിതങ്ങൾ, രോഗങ്ങൾ, അസുഖങ്ങളുമായിട്ട് വരുന്ന ആൾക്കാർക്ക് താങ്ങായി നിൽക്കാൻ, ആശ്വാസമായി നിൽക്കാൻ, കാരുണ്യമായി നിൽക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് ഈ റമദാൻ മാസത്തെ ഞാൻ ഏറ്റവും കൂടുതൽ ആത്മസംതൃപ്തിയോടെ കാണുന്നൊരു കാര്യമാണ്. എനിക്കറിയാം, ഞാൻ ഒരു ദൈവവിശ്വാസിയാണ്. ഞാൻ വിശ്വസിക്കുന്ന ദൈവം ഒരു കാലഘട്ടത്തിൻ്റെ ദൈവത്തിലല്ല, ഒരു മതത്തിൻ്റെ ദൈവത്തിലല്ല. ഞാൻ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിലേക്ക് നോക്കും, പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയിലേക്ക് നോക്കും, പ്രപഞ്ചത്തിൻ്റെ അന്ത്യത്തിലേക്ക് നോക്കും. അതിനു മുമ്പും പിമ്പും അതോടൊപ്പവുമുള്ള ഇപ്പോൾ ഈ നിമിഷത്തിലെ യാഥാർത്ഥ്യമായ ദൈവത്തിലേക്ക് നോക്കും. എന്നിട്ടതിനെ അനുഭവിക്കും. മനുഷ്യൻ്റെ ഇൻസൈറ്റിലൂടെ ദൈവത്തെ ഓരോ നിമിഷവും നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. നാം സാങ്കല്പിക ദൈവങ്ങളെക്കുറിച്ചും ഓരോ മതത്തിൻ്റെ റെസ്ട്രിക്ഷനിൽ ഒതുങ്ങുന്ന ദൈവത്തെക്കുറിച്ചും പറയുമ്പം നമുക്ക് ദൈവം അതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ അത് എല്ലാവർക്കും ഒന്നാണ്. ഒരാൾക്കും, എല്ലാവർക്കും പല ഭാഷകളിൽ പല പേരുകളിൽ പറഞ്ഞാലും അതിന് മനസ്സിലാക്കാൻ വേണ്ടി പല മെറ്റാഫറുകൾ അല്ലെങ്കിൽ ചിലപ്പം അതിൻ്റെ ആചാര്യന്മാരുടെയൊക്കെ പേരിലേക്ക് ചേർക്കപ്പെട്ട് കഴിഞ്ഞാലും ഈ നിമിഷത്തിൽ നമ്മുടെ ജീവൻ നിയന്ത്രിക്കുന്ന, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന, ഇതിൻ്റെ എല്ലാം നിയന്ത്രണ സ്രോതസ്സായിട്ടുള്ള മനുഷ്യൻ്റെ കാരുണ്യമായ, ലോകത്തിൻ്റെ കാരുണ്യമായ, പ്രപഞ്ചത്തിൻ്റെ കാരുണ്യമായ ആ ദൈവികമായിട്ടുള്ള അത് ഒന്നേ ഉള്ളൂ. അതിലൊരു സംശയവുമില്ല. നമ്മളെത്ര തർക്കിക്കുമ്പോഴും, നമ്മളെത്ര പരസ്പരം കലഹിക്കുമ്പോഴും ആ ദൈവത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഒരു തർക്കം ഉണ്ടാവില്ല. നമ്മൾ എന്തുകൊണ്ടാണ് തർക്കങ്ങൾ വരുന്നത്? ഓരോ ആചാര്യന്മാർ അവർക്കനുസരിച്ചുള്ളൊരു ദൈവ കൺസെപ്റ്റുകൾ ഉണ്ടാക്കി തന്നപ്പം അതിനെ ഒരു പ്രത്യേക ജയിലറയിൽ കൊണ്ടടിച്ചു ദൈവത്തിനെ. ആ ജയിലറയിൽ അടിച്ച ദൈവത്തിനെ നോക്കുമ്പം നമുക്കൊരുപാട്, ആ ജയിലറയിൽ അടിച്ച ദൈവം ആ ഒരു ആചാര്യന്മാരുടെ കാലഘട്ടത്തിനോട് ബന്ധിക്കപ്പെട്ടിട്ടുണ്ടാവും. എന്നാൽ ഇപ്പോൾ ഈ നിമിഷത്തിൽ നിൽക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഫീൽ ചെയ്യുന്നതാണ്. ഒരാൾ നിങ്ങൾ ഉദ്ദേശിച്ച വിശ്വാസത്തിന് വിരുദ്ധമായി ജീവിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾ അസ്വസ്ഥനാവേണ്ടതില്ല. അത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനത്തെയാണ് നമ്മൾ പരിഹസിക്കുക. എല്ലാം നമ്മൾ ആലോചിച്ച് നമ്മുടെ ജീവൻ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണെങ്കിൽ ഓരോ ജീവനും ആ ദൈവത്തിൻ്റെ അർപ്പണബോധത്തോടെ ജീവിക്കുകയാണ്. ഇതുപോലുള്ളൊരു ദൈവിക വീക്ഷണം ഉണ്ടാക്കിയെടുക്കാൻ ഈ റമദാൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ റമദാൻ മറ്റെല്ലാ റമദാനേക്കാളും ഞാൻ ഏതായാലും ആത്മസംതൃപ്തി, ആത്മാനുഭൂതി അനുഭവിക്കുന്നൊരു മാസമാണ്. ഒരു മതപരമായിട്ടുള്ള ഒരു തർക്കങ്ങളിലും ഏർപ്പെടാത്തൊരു ഒരു റമദാനാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. തർക്കിക്കേണ്ട ആവശ്യമില്ല എനിക്ക്. കാരണം പല വിഭാഗങ്ങൾ, ഗ്രൂപ്പുകൾ, മതങ്ങൾ എന്നൊക്കെ പറയുമ്പോഴും ഓരോ മനുഷ്യനെയും ഓരോ ഇൻഡിവിജ്വലായിട്ട്, ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഇൻഡിവിജ്വലായിട്ട് കാണാനാണ് ഞാൻ ശ്രമിച്ചത്. അവർ ഒരേ മതത്തിൻ്റെ ആൾക്കാരാണെങ്കിലും ഓരോരുത്തർക്കും വ്യത്യസ്തമായ വിശ്വാസധാരകളുണ്ടാവും. അത് ഓരോ മനുഷ്യനും പുറത്ത് നിൽക്കുന്ന റെഫറൻസിനനുസരിച്ചും തൻ്റെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെട്ട വിശ്വാസത്തിനനുസരിച്ചും അവനവൻ്റേതായ രൂപത്തിൽ രൂപപ്പെടുത്തുന്ന ഒന്നാണ് ഓരോ മനുഷ്യൻ്റെയും വിശ്വാസം എന്നാണ്. ഓരോരുത്തർക്കും വ്യത്യാസമാണ്.
നമ്മുടെ ഫിംഗർ പ്രിൻറ്റുകൾ എത്രമാത്രം വ്യത്യാസമാണോ അതുപോലെ ഓരോരുത്തരും വ്യത്യാസം. അതുപോലെ കാണാൻ കഴിഞ്ഞാൽ നമുക്ക് തർക്കത്തിൻ്റെ ആവശ്യമില്ല. എല്ലാവരെയും ബഹുമാനിക്കാനും ആദരിക്കാനും പറ്റും. ദൈവം മനുഷ്യന്മാരെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഈ നിമിഷം ദൈവം മനുഷ്യനെ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നുള്ളതിലേക്കാണ് ഞാൻ നോക്കിയത്. ഈ നിയന്ത്രണത്തിൽ ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ എന്തെങ്കിലും ഇത് നിലനിൽക്കുന്നുണ്ടോ? ഇപ്പം എൻ്റെ ജീവൻ സ്പന്ദിക്കുന്നു, ഇത് ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഞാൻ വിശ്വസിക്കുമ്പോൾ ഈ ജീവൻ തന്നെയാണ് ലോകത്തെ ഓരോ മനുഷ്യനിലും നിയന്ത്രിക്കപ്പെടുന്നത്. അപ്പോൾ അതിലെന്ത് ഡിസ്ക്രിമിനേഷൻ വേണം? ദൈവത്തിൻ്റെ കാര്യത്തിൽ ദൈവത്തിന് ആരോടും ഡിസ്ക്രിമിനേഷൻ ഇല്ല. പിന്നെ സൃഷ്ടികളായ നമ്മളെന്തിനു മറ്റ് സൃഷ്ടികളോട് ഡിസ്ക്രിമിനേഷൻ കാണിക്കണം? എന്തിനവരോട് പക കാണിക്കണം? എന്തിനവരുടെ അസൂയ കാണിക്കണം? എന്തിന് പല പല വിഭാഗങ്ങളുടെയും പേര് നമ്മൾ വിഭാഗീയത കാണിക്കണം? ഒന്നിൻ്റെയും ആവശ്യമില്ല. എല്ലാവരോടും കരുണ എന്ന് പറയുന്നത്, ദയ എന്ന് പറയുന്നത്, സ്നേഹം എന്ന് പറയുന്നത്, സമാധാനം എന്ന് പറയുന്നത് അതെല്ലാവരിലേക്കും ഒഴുകുമ്പോഴാണ് നമ്മൾ സമാധാനം ഉള്ള ഒരാളാവുന്നത്, കാരുണ്യമുള്ള ഒരാളാവുന്നത്, ദയുള്ളതാവുന്നത് നമ്മളതായി മാറുമ്പോഴാണ്. പിന്നെ നമ്മളിൽ നിന്ന് അതേ വരുള്ളൂ. നമ്മുടെ മുമ്പുള്ള മനുഷ്യൻ്റെ അവർ എന്തിൻ്റെ ആളാണ് ഏതിൻ്റെ ആളാണെന്ന് നോക്കിയിട്ടല്ല അത് വരിക. അത് നമ്മളതായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളതാണ്. ദൈവം എന്ന് പറയുന്നതും അതാണ്. ദൈവം അപ്പോൾ ഞാൻ വിശ്വസിച്ച് പോകുന്നു, ദൈവം കാരുണ്യവാനാണ്, കരുണാനിധിയാണ്. അപ്പോൾ ദൈവം കാരുണ്യവും ദയയുമാണ്. നമ്മളും അതുപോലെ ആവണം. അപ്പോഴേ നമുക്ക് എന്താവുള്ളൂ, ഒരു ദൈവവിശ്വാസിയാവുന്നുള്ളൂ. എന്തായാലും ഈ മാസം ഇവിടെ പറയുമ്പോൾ ഈ മാസം വരുന്ന മാസങ്ങൾക്ക് ഊർജ്ജമാവട്ടെ എന്നാണ് ഒരു പ്രാർത്ഥന. നമ്മളൊക്കെ വിലയിരുത്തുക, ഓരോ കാര്യങ്ങളും വിലയിരുത്തുക. ഓരോ ദിവസം എങ്ങനെയായിരുന്നു ഇതൊക്കെ വിലയിരുത്തിയിട്ട് ഇതാക്കുക എന്നുള്ളത്. ഓക്കെ.